നരേന്ദ്രമോദി സർക്കാർ 10 വർഷം അധികാരത്തിൽ കയറിയതിനു ശേഷം കാലം ഇന്നുവരെ കേരള സർക്കാരിന്റെ കാര്യഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെ ഇരുന്നു കൊണ്ടാണ് പറയുന്നത്? മാഹി തലശ്ശേരി ബൈപ്പാസിൽ പോയിരുന്ന് സ്വന്തമാണെന്ന് പറഞ്ഞു തീർക്കാൻ ജനങ്ങളെ പറ്റിച്ച ഫ്ലക്സും അടിച്ച് അതിനെയും സർക്കാരിന്റെ ഫണ്ടും വാങ്ങിച്ച് റിയാസ് അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന രാഷ്ട്രീയ ജിമ്മിക്കുകളുടെ ലോകത്താണ്. നോക്കൂ, കപ്പാലങ്ങൾ, തോടുകൾ, റോഡുകൾ, ബൈപ്പാസുകൾ, കർഷകന്റെ പ്രശ്നങ്ങൾ, സാധാരണക്കാർ, വിദ്യാർത്ഥികൾ. കേരളം വൃദ്ധന്മാരുടെ നാടാവുകയാണ് ബഹുമാനായിട്ട് ശ്രീ സലീം നടവും. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സംസ്കാരമോ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്വഭാവവും ഇല്ലാത്തതിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് കുട്ടികൾ കാനഡയിലേക്കും UK-യിലേക്കും പോളണ്ടിലേക്കും പോകുന്നത് എന്താണെന്ന് അറിയാമോ? അത് തന്നെയാണ് വളരെ പ്രസക്തമാകുന്ന ചോദ്യം. എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനം വിട്ട പുറത്തു പോകുന്നു? തുടരാം ശ്രീ ഉല്ലാസ് ബാബു. ഒറ്റ മിനിറ്റ്. അതിനകത്ത് ഇവർ ഒഡോപാക് എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. എന്തിനാണെന്ന് അറിയാം? ഇവരുടെ എല്ലാ രാജ്യങ്ങളിലും പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവരുടെ പ്രസിഡന്റ് പോയിട്ട് അതിന്റെ ചെയർമാൻ പോയി പണിയെടുത്ത് ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കൈയടിച്ചു കൊടുക്കും. അങ്ങനെയല്ല ആകേണ്ടത്. നിങ്ങൾക്ക് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര IT സിറ്റികൾക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു? എത്ര വിദ്യാഭ്യാസ ഹബ്ബുകൾ ഉണ്ടാക്കാൻ സാധിച്ചു? ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ സാധിച്ചോ? ഒരു എഡ്യൂക്കേഷൻ സിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചോ? കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കൈപ്പിടിച്ചുകൊണ്ട് എന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ നാട്ടിലെ വളർന്നു വരുന്ന യുവതലമുറയെ വികസനത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് എത്തിക്കണമെന്ന ദൗത്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഏത് മന്ത്രിമാരുണ്ട് നിങ്ങളുടെ 7 വർഷ കാലഘട്ടത്തിൽ? ഞങ്ങൾ കിസാൻ സമ്മാൻ നിധിയിലൂടെ DBT സിസ്റ്റം, ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ ഓരോ കർഷകന്റെയും അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തപ്പോൾ നിങ്ങൾ ക്ഷേമ പെൻഷൻ വിവിധ സഹകരണ സംഘങ്ങളിലേക്ക് കൊടുത്ത് കോടിക്കണക്കിന് അവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ട ബാധ്യത എന്തായിരുന്നു? ഒരു സ്വിച്ച് ഇട്ട സമയത്ത് ഇവർക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുത്തില്ലേ? മാതൃബന്ധൻ യോജനയിലൂടെ ഞങ്ങൾ അമ്മമാരെ സംരക്ഷിച്ചില്ലേ? ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ പദ്ധതിയിലൂടെ കുട്ടികളുടെ സംരക്ഷണം, പെൺകുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ വണ്ടിപ്പെരിയാറും മറ്റേ പാലക്കാടും നിങ്ങൾ കുട്ടികളെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാൻ പറ്റാതെ നിങ്ങളുടെ പോലീസ് തകർന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം പറയുന്ന സമയത്ത് രാഷ്ട്രീയവും വികസനം പറയുന്ന സമയത്ത് വികസനവും പറയുന്നത്. നിങ്ങൾ ഇപ്പൊ നടക്കുന്നത് എന്താ? KSRTCയിലെ തൊഴിലാളികൾ, നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അരി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പാവപ്പെട്ട ഒരു പ്രശ്നം പറഞ്ഞാൽ എന്റെ അധികാരത്തിൽ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചുവന്ന നാട കെട്ടിയ ഒരു ഫയൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി ഫയലുകളുടെ കൂമ്പാരത്തിന്റെ ഇടയിൽ ആരോഗ്യ മേഖല, ഞങ്ങൾ പറയട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ അഴിമതിയുടെ കൂട്ടും കണക്കുകൾ എല്ലാ കെട്ടിയ ആളുകൾക്കും വാക്സിൻ ഫ്രീ ആക്കി കൊടുത്ത ഞങ്ങളുടെ സർക്കാരിന് നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിൽ കുറ്റം പറയാൻ സാധിക്കും? ഞങ്ങൾക്ക് ആവാസ് യോജനയിലൂടെ വീടുകളും കൃത്യമായിട്ട് നഗര ഗ്രാമ ശൈലിയിൽ കൊടുത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ആയുഷ്മാൻ ഭാരത് പദ്ധതികളിലൂടെ ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കോ? ജനൌഷധിയിലൂടെ മരുന്നുകളുടെ വിലകൾ ഞങ്ങൾ 60% കുറച്ചു കൊടുക്കുന്ന പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കോ?